വയനാട് ദുരന്തം ഓർത്തെടുക്കുമ്പോൾ മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല ഒക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് മറക്കാനാവാത്ത ഒരിടമാണ് വെള്ളാർമല. വെള്ളാർമല സ്കൂൾ ഓർമ്മയില്ലേ? ആ ഗവൺമെൻറ് സ്കൂൾ. പൊന്നോമനകൾ, കുരുന്നുകളൊക്കെ ഓടിക്കളിച്ചിരുന്ന ആ സ്കൂൾ മുറ്റം ഉൾപ്പെടെ സ്കൂൾ കെട്ടിടം ഉൾപ്പെടെ എല്ലാം നാമാവശേഷമാക്കിയ വയനാട് ഉരുൾപൊട്ടൽ. നമ്മൾ വിറങ്ങലിച്ചില്ലേ ഇതെല്ലാം നോക്കി നിന്നത്? 34 വിദ്യാർത്ഥികളെ ആയിരുന്നില്ലേ അന്ന് വയനാട് ദുരന്തത്തിൽ വെള്ളാർമല സ്കൂളിന് നഷ്ടപ്പെട്ടത്? ആ ഒരു ഓർമ്മ, ആ ദുരന്തമുണ്ടാക്കിയ ആ തീരാ മുറിവ് നമ്മുടെയൊക്കെ ഉള്ളിൽ ഇന്നും ഉണങ്ങാതെ കിടക്കുക തന്നെയാണ്. ഒരു ദുരന്തമായി നാടിനെ കാർന്നു തിന്നപ്പോൾ നഷ്ടപ്പെട്ടത് ഈ പിഞ്ചോമനകളുടെ പുഞ്ചിരി കൂടി. അർജുൻ PS അവിടെ നിന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, അതിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വെള്ളാർമല സ്കൂളിലെ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ കൊച്ചു കുട്ടികളെയാണ്. ആ വെള്ളാർമല സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. 33 വിദ്യാർത്ഥികളാണ് ഈ വെള്ളാർമല സ്കൂളിന് ഈ ഉരുൾ ദുരന്തത്തിലൂടെ നഷ്ടപ്പെട്ടത്. ഇവിടെ സുഹൃത്തുക്കൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. ഇപ്പോൾ വെള്ളാർമല സ്കൂൾ മേപ്പാടിയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. അവിടെയുള്ള അധ്യാപകരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഉള്ള അധ്യാപകൻ നമ്മളോടൊപ്പം ചേരുന്നു. സാറേ, ഞാനിവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ നമ്മളോടൊപ്പം ചേരുന്നത്. വലിയ ഒരു ദുഃഖം തന്നെയാണ് നമുക്ക്. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് പഴയ കാര്യങ്ങൾ? കാരണം ഞാനിവിടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറിൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കുറച്ച് സമയമായിട്ടുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് തന്നെ ഈ വെള്ളാർമല സ്കൂളും ഈ നാടും നമ്മളുടേതും കൂടി ആയി മാറിയിരിക്കുകയാണ്. കാര്യം 33 കുട്ടികൾ മാത്രമല്ലല്ലോ, കാരണം മറ്റ് സ്കൂളുകളിൽ പഠിച്ച കുട്ടികളെയും രക്ഷിതാക്കളെയും മറ്റാളുകളെയും നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ദിവസം നമുക്കൊരു സ്മരണയുടെ ദിവസമാണ്. നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജം നമുക്ക് കിട്ടേണ്ടതിൻ്റെ ദിവസമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഓർമ്മകൾ പുതുക്കി ഈ കുട്ടികളുടെ നമ്മൾ ഈ ഫോട്ടോസ് അടക്കം നമ്മൾ എടുത്ത് സ്മരണാഞ്ജലി നമ്മൾ സ്കൂളിലേക്ക് പോവുകയാണ്. ആ ഒരു അതിജീവനമാണ് എനിക്കിവിടെ പറയാനുള്ളത്. അതിലൂടെ നമുക്ക് തുടർന്നല്ലേ പറ്റൂ. തീർച്ചയായും മേപ്പാടിയിൽ നമ്മൾ താത്കാലികമായി അവിടെ നമ്മൾ ഇവിടെയുള്ള കുട്ടികളെ അവിടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് വലിയ ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ എങ്ങനെയുണ്ട് കുട്ടികളുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി? കുട്ടികളിപ്പോൾ ഇവിടുത്തെ ടീച്ചർമാരും എല്ലാവരും പറഞ്ഞതുപോലെ അവർ കുറേയൊക്കെ അതിജീവിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ചില ദിവസങ്ങളിൽ ചില സമയങ്ങളിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് വെച്ചാൽ സാധാരണഗതിയിലുള്ള ക്ലാസ്സിൽ പുണ്യമാഷി പറഞ്ഞതുപോലെ. പക്ഷെ അവിടെയാണ് എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ അധ്യാപകരുടെ ടീം അത്തരത്തിൽ ഒരു പ്രശ്നവും അവർക്ക് ലോങ് ടേം ഉണ്ടാവാത്ത രീതിയിൽ അപ്പം തന്നെ അവർ ചേർത്ത് പിടിച്ച് അവർക്കുള്ള എല്ലാവിധ സപ്പോർട്ടും കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മുടെ SLCയിൽ നമുക്ക് വന്ന നല്ല ഉന്നത വിജയമടക്കമുള്ള കാര്യങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിൽ എല്ലാവരും തങ്ങളുടെ കുട്ടികൾ നഷ്ടപ്പെട്ട ആ ഒരു ഓർമ്മയിലാണ് ഇന്നുള്ളത്. അവർക്ക് പുഷ്പാഞ്ജലി അർപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ അത്തരത്തിൽ പൂക്കൾ അർപ്പിക്കുന്ന, അവരുടെ മുൻപിൽ ഒരുപിടി ഓർമ്മകൾ തങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവർക്ക് മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ ഉലയ്ക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ ബേക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കാണുവാൻ സാധിക്കും. പലരും വന്ന് വളരെ വിങ്ങലോടെയാണ് ഓരോരുത്തരെയും ഓർക്കുന്നത്. തങ്ങളുടെ വീട്ടുമുറ്റത്ത് അടക്കം കളിച്ചു വളർന്ന കുട്ടികളാണ്, തങ്ങളുടെ നാട്ടിൽ കളിച്ചു വളർന്ന കുട്ടികളാണ്. നമുക്ക് സ്കൂൾ ഒന്നുകൂടെ കാണാം. വെള്ളാർമല സ്കൂൾ ഈ വിദ്യാലയത്തിൽ വെച്ചാണ് വിദ്യാർത്ഥികൾ ത്തിലാണ് പഠിച്ച് വളർന്നത്. ആ ഒരു സമയത്താണ് ഒരു ഇടുത്തി പോലെ ഇത്തരത്തിലുള്ള ഒരു വലിയ ഉരുൾ വരികയും പിന്നീട് ഈ സ്കൂളിനെ തകർത്തുകൊണ്ട്, സ്കൂളിൻ്റെ ഒരു ഭാഗം മുഴുവനായി തകർത്തുകൊണ്ട് ആ ഒരു ഉരുൾ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിരവധി കുട്ടികൾ, 34 കുട്ടികളാണ് ഇവിടെ മരണപ്പെട്ടത്. നമ്മുടെ കൂടെ ഇപ്പോൾ പ്രധാന അധ്യാപകൻ കൂടി നമ്മളോട് ചേരുന്നുണ്ട്. സാറേ, എങ്ങനെയാണ് അന്നത്തെ നമ്മുടെ ഓർമ്മകളൊക്കെ? ഞാൻ പുതിയതായിട്ട് വന്ന HM. കഴിഞ്ഞ മാസമാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ പ്രാവശ്യം പുതിയൊരു HM എന്നുള്ള രീതി വന്നിട്ട് എനിക്ക് സാധാരണ രീതിയിലൊരു സ്കൂളായിട്ട് തന്നെയാണ് അനുഭവപ്പെട്ടുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ട്രോമാറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിനുള്ള പ്രതിവിധികൾ നൽകാൻ പ്രാപ്തരായ ഒരു ടീം തന്നെ നമ്മുടെ സ്കൂളിലുണ്ട് എന്നുള്ളതാണ്. വന്ന മുതൽ കുട്ടികളുടെ മാനസിക സ്ഥിതിയൊക്കെ എങ്ങനെയാണ്? എല്ലാവരും റിക്കവർ ആയിട്ടുണ്ട്. കാരണം ഒരു മിനിറ്റ്. തീർച്ചയായും അവർ വലിയ ഒരു വിഷമത്തിലാണ് എല്ലാവരും ഉള്ളത്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഫോട്ടോകൾ നമുക്ക് കാണുവാൻ സാധിക്കും. മരണപ്പെട്ട വിദ്യാർത്ഥികൾ 34ഓളം വിദ്യാർത്ഥികളാണ് മരണപ്പെട്ടത്. ഞങ്ങളുടെ പൊന്നോമനകൾ എന്ന് പറഞ്ഞുകൊണ്ട് GVHS വെള്ളാർമലയിലെ വിദ്യാർത്ഥികളൊക്കെ വലിയ
ഒരു സങ്കടപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു കാഴ്ച. സാറ് വീണ്ടും നമ്മളോടൊപ്പം ചേരും. സാറേ, എങ്ങനെയാണ് കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ ഇപ്പം എങ്ങനെയാണ്? ഇപ്പം കുട്ടികൾക്ക് മാനസികമായ പ്രശ്നങ്ങളൊന്നും നിലവിൽ ഞാൻ കണ്ടിട്ടില്ല. നമ്മളതുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് കാര്യങ്ങളിൽ അവിടെ ഒരു കൗൺസിലർ ഉണ്ട്. അപ്പോൾ ഇതുവരെ നിലവിൽ അങ്ങനെ ഒരു വിഷയം ഞാൻ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. അങ്ങനെ വല്ല വിഷയങ്ങളുണ്ടാവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ വളരെ വാച്ച്ഫുള്ളാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവുകയാണ് അതിൽ വളരെ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു ടീം കഴിഞ്ഞ വർഷത്തെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് അവിടെ ഉണ്ട്. അപ്പം അത് എന്തായാലും ഇനിയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ വർഷം അനുഭവിച്ച അത്രത്തോളം വരില്ല. അത് തന്നെയാണ് പറയാനുള്ളത്. പിന്നെ നമ്മൾ ധാരാളം ആക്ടിവിറ്റീസ് കുട്ടികളുടെ എന്താ പറയുക, അവരെ എൻഗേജ് ചെയ്യിച്ച് കൊണ്ടുപോവുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യവും. കാരണം പാഠ്യപ്രവർത്തികൾക്ക് അപ്പുറം പഠനേതരമായ ഒരുപാട് പ്രവർത്തികളിൽ അവരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ നമ്മൾ ഇടപിടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പം അവരെ ഓർമ്മകളിൽ നിന്ന് ഇതൊക്കെ എന്ത് ചെയ്യും, മാറി നിൽക്കും. അതിന് വേണ്ടിയുള്ള ശ്രമം. ചെറിയ കുട്ടികളൊക്കെ വളരെ പെട്ടെന്ന് റിക്കവർ ചെയ്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വലിയ മുതിർന്ന കുട്ടികളാണ് ഈ ട്രോമ കണ്ടീഷൻസ് കുറേ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. താങ്ക് യു സാർ. ഇത്തരത്തിൽ തന്നെയാണ് അധ്യാപകരൊക്കെ വലിയ രീതിയിൽ സപ്പോർട്ടാണ് വിദ്യാർത്ഥികൾക്ക് നൽകുന്നത്, ഈ കുട്ടികൾക്ക് നൽകുന്നത്. അതുതന്നെയാണ് ഇവരുടെ വിജയം. നമുക്ക് ഒന്നുകൂടി സ്കൂൾ കാണാം. ഇത്തരത്തിൽ പുഞ്ചിരിമട്ടത്തു നിന്നും വന്ന ഉരുൾ പിന്നീട് വന്നത് മുണ്ടക്കൈയിലേക്കാണ്. മുണ്ടക്കൈയിൽ നിന്നും പിന്നീട് ഈ ചൂരൽമലയിലേക്ക് എത്തുന്നു. ചൂരൽമലയിലെത്തിയ ഉരുള ഈ വിദ്യാർത്ഥികളുടെ എന്നും പോകുന്ന ഈ വിദ്യാലയത്തിൻ്റെ പകുതി കൂടി കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അത്തരത്തിൽ മുകളിൽ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന പിഞ്ചു കുഞ്ഞുങ്ങളാണ്, ഇത്തരത്തിൽ 34ഓളം കുഞ്ഞുങ്ങളാണ് ഈ വെള്ളാർമല സ്കൂളിന് നഷ്ടപ്പെട്ടത്.